ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവോളജി. ഞാൻ നിങ്ങളുടെ ടോണി. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഗായത്രിയാണ്. ഗായത്രി എവിടെ നിന്നാ? ഞാൻ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറയുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാവോ? ഗായത്രി കരയുകയാണോ? കണ്ടിന്യൂ. ഗായത്രി എന്താണെങ്കിലും പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. പറയൂ. ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് ഞാൻ. എന്താണെങ്കിലും പറയൂ ഗായത്രി. എന്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ? എന്താണ് പ്രോബ്ലം? നിഖിൽ എൻ്റെ ലവറാണ്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ ഒത്തിരി കല്യാണാലോചനകൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ആ മാരേജ് കഴിഞ്ഞോ? ഇല്ല, കാരണം അവൻ വന്നില്ല. അതെന്ത് പറ്റി? കുറച്ചു മുൻപാണ് ഞാൻ അറിഞ്ഞത്. ഒരാഴ്ച മുമ്പ് ശരിയാക്കിയ ഒരു ജോലിക്കായി അവൻ ഇന്ന് കാലത്ത് ദുബായിക്ക് പോയെന്ന്. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്ക് ഫ്രണ്ട്സും പാരൻസും ആരുമില്ല. അതുകൊണ്ടാണ് നിഖിലിന് കൂടി ഇഷ്ടമുള്ള ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് അവസാനമായി ഒരു പാട്ടുകൂടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലവോളജിയുടെ ഒരു ഫാൻസ് ആണല്ലേ? എന്തായാലും വെരി ഗുഡ്. പിന്നെ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞേ? സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ല ടോണി. ഗായത്രിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഗായത്രി പറഞ്ഞാണ് ശരിയെന്ന് തോന്നാമെങ്കിലും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതുകൊണ്ട് ഗായത്രി അതുകൂടി കേൾക്കാൻ ലൈനിലുണ്ടാകണം. അത് കേട്ടിട്ടും ഗായത്രിയുടെ തീരുമാനം ശരിയെന്നാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ഡു വാട്ട് യു വിഷ്. ഓക്കെ, ഗായത്രിയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് പാട്ട് കേട്ട് തിരിച്ചു വരാം. പപ്പ സമ്മതിക്കുന്ന ഞാൻ കരുതിയേയില്ല. ഞാൻ ഓർത്തു പപ്പയോട് അനുവാദം ചോദിക്കാൻ പോയ ആളെന്താ കാണാത്തേന്ന്. ഏതായാലും ഇവിടെ നിൽക്കാൻ പപ്പ സമ്മതിച്ചല്ലോ, നന്നായി. ശരിയാ, ടോണിക്ക് അങ്ങനെ തന്നെ വേണം. പാറു ചേച്ചി, ആ വിനീതും ഒരു നല്ല പയ്യനായിരുന്നു. അവനെ കുറിച്ചൊന്നും പറയണ്ട. അവനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം സാറേനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അവളെ പ്രേമിക്കാനെങ്കിലും അവൻ വരും. അവളുടെ വേക്കൻസിയിൽ വന്നവൻ അവളെ കാണാൻ വേണ്ടി ഇവിടെ കേറി എന്ന് പറഞ്ഞ എങ്ങനെ ചിരിക്കാതിരിക്കാം? എന്താ പറയാ, എന്തൊക്കെ ടൈപ്പ് പ്രേമ അല്ലേ? പ്രേമിച്ചിട്ടില്ലാത്തവരും പ്രേമിച്ചോണ്ടിരിക്കാത്തവരുമായിട്ട് ആരുമില്ലല്ലോ ഇവിടെ. അപ്പൊ അവനെ മാത്രം ആരും കുറ്റപ്പെടുത്തണ്ട. അങ്ങനെ പറയരുത്, ഞാൻ പ്രേമിച്ചിട്ടില്ല. എടാ, ഈ മനുഷ്യന്മാർക്കാണ് ഈ പ്രേമം ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ നിനക്ക്? മനുഷ്യന്മാരുടെ കാര്യം ഞാൻ വിചാരിച്ചു ആനന്ദിന്റെ കാര്യം. സുനിലെ, മതി. നീ അധികം ഈ ആനന്ദിനെ മെക്കിട്ട് കയറാതിരിക്കുന്നത് നല്ലത് ട്ടാ. മക്കളെ മതി. ഇനി അതിന്റെ പേരിൽ സംസാരിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടണ്ട. ടോണിയാടാ റോജ. അത് പറഞ്ഞപ്പോഴാ റോയ് സാറേ വരുന്ന വഴിക്ക് റേഡിയോയില് ടോണി സാറിന്റെ പ്രോഗ്രാം കേട്ടോണ്ടാ വന്നത്. അയ്യോ, പറയും പോലെ ഇന്ന് അവന്റെ ആദ്യത്തെ പ്രോഗ്രാം ആണല്ലോ. മറന്നുപോയി. ആദ്യത്തെ കോള് പൊളിഞ്ഞ്, രണ്ടാമത്തെ കുരിശുമ്പോ കുരിശായിട്ടാ വന്നത്. അതെന്താ, പുത്തൻ കുരിശെന്നാണോ കോള്? ഒന്ന് മിണ്ടാതിരിക്കടാ പ്രേതം. ദാനൊന്നും മിണ്ടായിരുന്നേ ചുമ്മാ. അതായത് ചെറുക്കം പറ്റിച്ചൊരു പെണ്ണ് ആത്മഹത്യ ചെയ്യാനിരിക്കുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിലേക്ക് അവസാനമായിട്ടൊന്ന് വിളിക്കണം. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അതിപ്പോ പാട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് ടോണിക്ക് എന്തോ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവള് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുക. ഓഹോ, സുനിലേ, നീ ആ മൊബൈൽ എടുത്ത് റേഡിയോ ഓൺ ആക്കിയിട്ട് ലൗഡ് സ്പീക്കർ ഇട്. ദൈവമേ, ആ കുട്ടി അവിവേകം ഒന്നും കാണിക്കല്ലേ. സോങ് തീരാറായി, ഒരെണ്ണം കൂടെ ഇട്ടാലോ? വേണ്ട, ഇത് രണ്ടാമത്തെ അല്ലേ. എപ്പോഴായാലും ഹോൾഡ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്തല്ലേ പറ്റൂ. ആർ യു കോൺഫിഡന്റ്? യെസ്, കോൺഫിഡൻറ്റ്.
ഗായത്രി. ടോണി ആ, ഗായത്രിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് സ്ഥായിയായിട്ടുണ്ടാകേണ്ടതാ. ഉദാഹരണത്തിന് നാളെ ലോകം അവസാനിക്കില്ല എന്നുള്ളതും അടുത്ത മൺസൂണിൽ മഴ പെയ്യും എന്നുള്ളതും കടൽ അതിർത്തി ലംഘിച്ച് കടന്നു വരില്ല എന്നുള്ളതും ജീവിതത്തിൽ താഴ്ച സംഭവിച്ച ഈ ഘട്ടത്തിൽ ഉയർച്ച ഉണ്ടാകുന്നുള്ളതൊക്കെ വിശ്വാസങ്ങളാണ്. സർവ്വ സൃഷ്ടിചരാചരങ്ങൾക്കും അവയ്ക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിയമം തെറ്റിക്കില്ല എന്നുള്ളത് ഒരു വിശ്വാസമായിരിക്കും. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? എന്നിട്ട് നിഖിലുമായുള്ള എന്റെ ജീവിതം എന്തിനാ ദൈവം വിലക്കിയത്? ദൈവമാണ് വിലക്കിയതെന്ന് ഗായത്രിയോട് ആര് പറഞ്ഞു? ചേരേണ്ടത് മാത്രമേ ചേരാവൂ, അല്ലാത്ത ചേർന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ഗായത്രിക്ക് അറിയാലോ. അപ്പോ ഞങ്ങളുടെ പ്രണയം വെറുതെ ആയിരുന്നല്ലേ? അല്ല, ഒരിക്കലുമല്ല. പ്രണയം ഒരിക്കലും വിഫലമാകുന്നില്ല. നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, എനിക്ക് ആ വിശ്വാസമില്ല. ഇല്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരിടത്ത് നിന്ന് യാത്ര തുടങ്ങിയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയാൽ അവിടെ എത്താൻ കഴിയില്ല എന്നുള്ള സത്യം ഗായത്രി മനസ്സിലാക്കണം. അതുപോലെ പ്രണയം എന്നത് ഒരു അനുഭവമാണ്. അതിങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട്, അതായത് മറ്റൊരാൾക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. രണ്ടുപേരൊന്നായി ചേരാം, ചേരാതിരിക്കാം. അതിനെടുത്തിയാടാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എന്നാലും നിഖിലില്ലാതെ ഞാൻ എങ്ങനെ? യഥാർത്ഥ സ്നേഹം തോറ്റ ഒരു ചരിത്രമില്ല ഗായത്രി. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മൂടൊന്ന് മാറ്റി സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കും. നമുക്ക് നിഖിലിന് ഒരു 6 മാസം സമയം കൊടുക്കാം. ഇതിനോടകം നിഖിൽ തിരിച്ചു വന്നിരിക്കും. ഇല്ലെങ്കിൽ ഗായത്രി ഇതേ പ്രോഗ്രാമിൽ എന്നോട് വിളിച്ച് ചോദിക്കണം. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. ഓക്കെ? പിന്നെ ഗായത്രി ഇടയ്ക്ക് ഓർക്കണം, ഗായത്രി മാത്രമല്ല നിഖിൽ വരാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ ഞാനും എൻ്റെ FM-ലെ സുഹൃത്തുക്കളും പിന്നെ ജസ്റ്റ് 198.6 FM-ന്റെ മുഴുവൻ ഫാൻസും ഇപ്പോൾ ഗായത്രിയുടെ കൂടെയുണ്ട്. ഓ, ഒന്ന് ചിരിച്ചല്ലോ. ആ, ഇനി പറ, എന്താ ഗായത്രിയുടെ തീരുമാനം? ഞാൻ കാത്തിരിക്കും എന്റെ നിഖിൽ വരുന്നത് വരെ. ടോണി എന്റെ അനിയനാ. പിന്നല്ല. അപ്പോ ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് പിരിയായിരുന്നു. പാട്ട് പറയട്ടെ? പാട്ട് പറയുന്നതിലും എനിക്കിഷ്ടം ഗായത്രി പാട്ട് പാടി കേൾക്കുന്നത്. അയ്യോ, ഞാൻ പാടില്ല. പക്ഷേ ഞാൻ പാടിക്കും. ഒന്ന് പാടും പ്ലീസ്. അയ്യോ, ശരി, 2 വരി കേട്ടോ. ഓക്കെ, പാടും. ആയിരം കണ്ണുമായി